അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി ചലഞ്ചിൽ അസ്ലമാണ് വന്നിട്ടുള്ളത്. അസ്ലമിന്റെ ടാസ്ക് ആണെങ്കിൽ നമുക്കറിയാം നിസ്കാരത്തിന് ശേഷം പ്രാവശ്യം പിന്നെ ഒരു അൽഖദീം വൽഖദീം തുടങ്ങുന്നതിൽ നിൽക്കുന്നുണ്ട്. അതെന്താ അതിന്റെ ബാക്കി എന്താണ്? അൽഖദീം വൽഖദീം الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليك وأستغفر التوبة اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وتهلك دار السلام تبارك ربنا وتعالى يا ذا الجلال والإكرام. എന്ത് ചെയ്യാ, ഒരു മുട്ടായി എടുക്കുക, എന്ത് ചെയ്യാ, നറുക്കിക്കള് നറുക്കില്ല കൈക്കോടെ വെച്ചാണ്. അടുത്തത് യതീമാണ് വന്നിട്ടുള്ളത്. യതീമുള്ള ചോദ്യം എന്താന്ന് വെച്ചാല് നിസ്കരിക്കുന്നിടയില് നമ്മുടെ തുണിയില് നജസ് മൂത്രം തെറിച്ചാല് നിസ്കാരം ബാത്തിലാവോ ഇല്ല എന്നതാണ്. നിസ്കാരം ബാത്തിലാവോ? ബാത്തിലാവും. കാരണം എന്താണ്? നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ ഷർട്ടാണ്. ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ ഷർട്ടായിരുന്നു കേട്ടോ. എടുക്കട്ടോ. ഇനി അടുത്ത നറുക്കെടുക്കേ. അടുത്തത് കിട്ടിയ ആർക്കാണ്? ആബിദാണ് വന്നിട്ടുള്ളത്. ആബിദിനോട് ചോദ്യം എന്താന്ന് വെച്ചാല് മുസ്ലിം പറഞ്ഞു എന്ത് എല്ലാ സ്കാനേഷനും ദിക്റുകളൊക്കെ പറഞ്ഞല്ലോ. എല്ലാ ദിക്റുകളും ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രതിഫലം എന്താണ് പറഞ്ഞത്? എന്ത് ചെയ്യാം? എടുത്തോ. അടുത്തതായിട്ട് ആഷിഖ് വന്നിട്ടുണ്ട്. ആഷിഖിനോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാല് സുബഹിലും അതുപോലെ തന്നെ റമദാൻ അവസാന പാതിയിലെ വിത്രിലുമുള്ള കുനൂത്തുണ്ട്. ആ കുനൂത്തൊക്കെ ഏത് സുന്നത്തിൽപ്പെട്ടതാണ്? അബുവാവ് സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കറക്റ്റ് ആൻസർ ആണോ? എടുത്തോ. എല്ലാവരും നല്ല കുട്ടികളായി ഉത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ പണിഷ്മെന്റിന് വെച്ചിരുന്ന നാരങ്ങ മാത്രം ബാക്കിയായി. അത് അപ്പോൾ തന്നെ കുട്ടികൾക്ക് കൊടുത്ത് റിയാക്ഷനും പകർത്തി. എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം ടാസ്കുകൾ, സ്റ്റഡി ഗെയിമുകൾ കുട്ടികൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുവാനും അറിവിലേക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാനും സാധിക്കുന്ന ഒരു മാർഗം കൂടിയാണ്. മടുപ്പില്ലാതെ അറിവ് നേടുവാനും പഠനം മെച്ചപ്പെടുത്തുവാനും ഇത്തരം അവസരങ്ങളിലൂടെ കുട്ടികൾക്ക് സാധ്യമാകും. പുതിയ ടാസ്കുമായി വീണ്ടും കാണാം.